നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. എന്തും വിവാദമാക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നൽകിയ കോടതി വിധിക്കെതിരെയും പല കൂട്ടരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തൂക്കാൻ വിധിക്കരുതായിരുന്നു. ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതിരുന്നതിനാൽ ജീവപര്യന്തമായിരുന്നു ഉചിതമായ ശിക്ഷ എന്നൊക്കെയാണ് വിഭിന്ന അഭിപ്രായങ്ങൾ. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി 8 മാസത്തിനിടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. 2024 ജനുവരിയിൽ ജഡ്ജിയായി നിയമിതനായതിനു ശേഷമുള്ള 8 മാസ കാലയളവിനുള്ളിൽ 4 പേർക്കാണ് ഈ ജഡ്ജി വധശിക്ഷ വിധിച്ചത്. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്നവരുടെ എണ്ണം 35ആണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 23, കണ്ണൂർ വിയ്യൂർ എന്നിവിടങ്ങളിൽ 4 പേർ വീതം, വിയ്യൂർ അതിസുരക്ഷാ ജയിൽ, തിരുവനന്തപുരം വനിതാ ജയിൽ എന്നിവിടങ്ങളിൽ 2 പേർ വീതം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൂക്കിലേറ്റപ്പെട്ടത് ഒരേ ഒരു വനിതയാണ്, രത്തൻ ഭായ് ജെയിൻ. ഒരു ക്ലിനിക്കിലെ മാനേജറായിരുന്ന രത്തൻ ഭായ് അവിടെ ജോലി ചെയ്തിരുന്ന 3 യുവതികൾക്ക് തൻ്റെ ഭർത്താവുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്നു. അങ്ങനെ 3 പേരെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. 1995 ജനുവരി 3 ഡൽഹി ജില്ലാ ജയിലിൽ വധശിക്ഷ നടപ്പാക്കി. സംസ്ഥാനത്ത് അവസാനമായി തൂക്കിലേറ്റിയത് റിപ്പർ ചന്ദ്രനെയാണ്. അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1991 ജൂലൈ 6 റിപ്പർ ചന്ദ്രൻ എന്നറിയപ്പെട്ടിരുന്ന നീലേശ്വരം കരിന്തളം സ്വദേശി മുതുകുറ്റി ചന്ദ്രനെയാണ് തൂക്കിലേറ്റിയത്. തൂക്കിലേറ്റുവാൻ ആരാച്ചാർ ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ ജയിൽ സൂപ്രണ്ട് NP കരുണാകരനാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേന്തി വരുന്ന മരണദൂതൻ എന്നാണ് റിപ്പർ ചന്ദ്രനെ കുറിച്ച് ആളുകൾ ഭയത്തോടെ പറഞ്ഞിരുന്നത്. 14 പേരെയാണ് ചന്ദ്രൻ തലക്കടിച്ച് കൊന്നത്. കർണാടകയിൽ നിന്നുമാണ് റിപ്പർ ചന്ദ്രനെ പിടികൂടിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഈ വർഷം എത്തുന്ന 1-ാം നമ്പർ പ്രതിയാണ് ഗ്രീഷ്മ, നമ്പർ 1C/2025. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും സുപ്രീം കോടതി വിധി ബാക്കിയുള്ളതിനാൽ ഏകാന്ത തടവിൽ പാർപ്പിക്കില്ല. ആദ്യ 4-5 ദിവസം ഗ്രീഷ്മ ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാകും. അതിനുശേഷം പുറത്തിറക്കും. എന്നാൽ മറ്റു തടവുകാർക്ക് ലഭിക്കുന്ന പരോളോ സാധാരണ അവധിയോ ലഭിക്കില്ല. വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ 1 മാസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. പക്ഷേ 5-6 വർഷം കഴിഞ്ഞു മാത്രമാണ് ഇത്തരം ഹർജികൾ സാധാരണ പരിഗണിക്കാറുള്ളത്. വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ മരണവിധി കുറ്റക്കാർക്കെതിരെ മാത്രമുള്ളതല്ല, സഹജീവികളോട് ക്രൂരത ചെയ്യുന്നവർക്ക് എല്ലാമുള്ള പാഠങ്ങളും കർശന മുന്നറിയിപ്പും ഇവയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും നിരന്തര ജാഗ്രതയിലൂടെ ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാം.